നമസ്കാരം. എലക്ഷൻ കഴിഞ്ഞു. പക്ഷേ എലക്ഷന് പിന്നിൽ ചെലവഴിച്ച കോടാനുകോടി രൂപയെക്കുറിച്ചുള്ള ചർച്ച ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ CPM-ൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഇത്തവണ എലക്ഷന് 3000 കോടി രൂപയാണ് ഇടതുപക്ഷ മുന്നണി ചെലവഴിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും ഏതോ ഒരു സ്രോതസ്സിൽ നിന്നാണ്, പിണറായി വിജയനുമായി ബന്ധപ്പെട്ട സ്രോതസ്സിൽ നിന്നാണ് കേരളത്തിലെ ഒരു ഫിനാൻസ് കമ്പനി വഴി കേരളത്തിലെ എല്ലാ 140 മണ്ഡലങ്ങളിൽ LDF-ന് വേണ്ടി പണം ഒഴുകിയെത്തിയത്. അതാത് സ്ഥലത്തെ ഫിനാൻസ് കമ്പനിയുടെ ബ്രാഞ്ചിൽ പോയാണ് ഈ പണം കൈപ്പറ്റുകയും അതാത് പ്രദേശത്തെ പ്രവർത്തനത്തിന് വേണ്ടി LDF പ്രവർത്തനം ചെലവഴിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൂടാതെയാണ് ഏകദേശം ഓരോ മണ്ഡലത്തിലും കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ആവറേജ് 50 മുതൽ 100 വരെ വലിയ ബോർഡുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം 140 മണ്ഡലങ്ങളിലായി ഏകദേശം 10,000-ഓളം വലിയ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ തന്നെയുള്ള എക്സ്പെൻസ് മാത്രമല്ല, പിണറായി വിജയൻ്റെ എവിടെയൊക്കെ ജാഥ പോയിട്ടുണ്ട്, എവിടെയൊക്കെ പ്രസംഗിക്കാൻ പോയിട്ടുണ്ടോ അവിടെയൊക്കെ PR ഏജൻസിയെ നിയമിച്ച് ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് വഴി അവിടെ ഒരു 1000-ഓളം പേരെ ക്യാപ്റ്റൻ സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ പ്രസംഗിക്കുമ്പോൾ ഓരോ സമയത്തും ക്യാപ്റ്റൻ സിന്ദാബാദ് വിളിക്കാൻ വേണ്ടി ആളുകളെയും നിയമിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് പിണറായി വിജയൻ പോയ സ്ഥലത്തെല്ലാം ആളുകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ പിണറായി വിജയന് വേണ്ടി ആളെ കൂട്ടാൻ വേണ്ടി ഏകദേശം 1000 പേർ വരികയും അവർ പിണറായി സിന്ദാബാദ്, ക്യാപ്റ്റൻ സിന്ദാബാദ്, നമ്മുടെ ക്യാപ്റ്റൻ പിണറായി വിജയൻ എന്നുള്ള രൂപത്തിൽ വലിയ തോതിൽ പ്രസംഗിക്കുന്ന ഓരോ ഘട്ടത്തിലും കൈയടിച്ചുകൊണ്ടും അദ്ദേഹത്തിന് സിന്ദാബാദ് വിളിക്കാനും ഉപയോഗിച്ചു എന്നുള്ള കാര്യങ്ങളുമാണ് വരുന്നത്. എറണാകുളത്തെ ഒരു വലിയ അഡ്വർടൈസിങ് ഏജൻസിക്കാണ് ഈ ചുമതല കൊടുത്തത് എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. അവിടെ 300 കോടി രൂപ അവർക്ക് ലിക്വിഡ് മണിയായി കൊടുത്തുമെന്നുള്ള വാർത്തകൾ CPM-ൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള പ്രവർത്തനത്തിന് വേണ്ടി, പരസ്യത്തിന് വേണ്ടിയും അതിലെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും ഏകദേശം 3000 കോടി രൂപ ചെലവഴിക്കുമ്പോൾ സാധാരണ വോട്ട് കിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ, എവിടേക്കാണോ വോട്ട് പൈസ കൊടുത്താൽ കിട്ടുന്ന ആ മേഖലകളിലെല്ലാം പണം ഇറക്കിയും അവർക്ക് പണം കൊടുത്തും ഇത്തരത്തിൽ വോട്ട് പിടിച്ചു എന്നുള്ള വാർത്തയാണ്. എന്തിനാണ് 3000 കോടി രൂപ പിണറായി വിജയൻ ചെലവഴിച്ചത്? മറ്റൊന്നുമല്ല, 3000 കോടി രൂപ ചെലവഴിച്ചാൽ 3 ലക്ഷം കോടി രൂപ ഉണ്ടാക്കാൻ പിണറായി വിജയൻ അറിയാം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് പിണറായി വിജയൻ മൊത്തം 1 ലക്ഷം കോടിയുടെ വിദേശത്ത് നിക്ഷേപമുണ്ടാക്കി എന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ ക്രൈം പുറത്തുവിട്ടിരുന്നു. അതിൻ്റെ 10,000 കോടി രൂപയുടെ രേഖകൾ ക്രൈമിൻ്റെ കൈവശം തന്നെ ഉണ്ടായിരുന്നു. കള്ളക്കേസ് എടുത്ത് എന്നെ അറസ്റ്റ് ചെയ്യുകയും അതുപോലെ എൻ്റെ വീട് ഓഫീസ് റെയ്ഡ് ചെയ്ത് ഇത്തരം രേഖകളെല്ലാം പിണറായി വിജയൻ കടത്തിക്കൊണ്ടുപോയി. അതിനെ തുടർന്ന് അദ്ദേഹത്തെക്കുറിച്ച് വാർത്തകൾ പ്രസിദ്ധീകരിച്ചതിനാണ് എനിക്കെതിരെ കള്ളക്കേസുകൾ നിരന്തരമായിട്ട് എടുത്തത്. അങ്ങനെ എല്ലാ തരത്തിലും എന്നെ ഉപദ്രവിച്ചു. എന്നെ മാത്രമല്ല, ഷാജൻ സ്കറിയയെ ഉപദ്രവിച്ചു, KM ഷാജഹാനെ ഉപദ്രവിച്ചു. അങ്ങനെ എല്ലാ തരത്തിലും ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ് എടുത്തത്. ഇനിയൊരു ഭരണം കൂടി പിണറായി വിജയൻ്റെ ഭരണം വരികയാണെങ്കിൽ കേരളത്തിൽ എന്തായിത്തീരും? കേരളത്തിൽ പൂർണ്ണമായും പ്രസ്സിന് ശബ്ദിക്കാൻ പോലും കഴിയില്ല. പിണറായി വിജയൻ്റെ പ്ലാന് പ്രവർത്തനം എങ്ങനെയാണ്? ഏകദേശം 86ഓളം സ്ഥാനാർത്ഥികളെയാണ് കഴിഞ്ഞ തവണ ഇലക്ഷൻ നിന്ന സ്ഥാനാർത്ഥികളെ നിർത്തിയത്. അതായത് കഴിഞ്ഞ തവണ നിന്ന MLA-മാരെ എല്ലാം 90% ഇത്തവണ നിർത്തി. അതിൻ്റെ അർത്ഥം ആ സ്ഥലങ്ങളിലെല്ലാം അവർക്ക് നേരിട്ട് ബന്ധങ്ങളുള്ളതിനാൽ അവർക്ക് നേരിട്ട് വോട്ട് കിട്ടും. അങ്ങനെ ബന്ധങ്ങളുള്ള MLA-മാർ അവർ വിജയിച്ചു വരും. അതും എല്ലാ സ്ഥലത്തും പിണറായി വിജയൻ്റെ ബോർഡ് വെച്ചാൽ ആ ബോർഡിൻ്റെ വഴിയാണ്, പിണറായി വിജയൻ്റെ സ്വാധീനം വഴിയാണ് അങ്ങനെ ജയിച്ചിട്ടുള്ളതെന്ന് വരുത്തിക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ ഇതൊരു പരിധിവരെ ശരിയാണ്. പല സ്ഥലത്തും നല്ല CPM സ്ഥാനാർത്ഥികളും CPI സ്ഥാനാർത്ഥികളും അതേപോലെ LDF സ്ഥാനാർത്ഥികളുമുണ്ട്. അവർക്ക് ജനങ്ങളുമായി ബന്ധമുണ്ട്. ആ സ്ഥാനാർത്ഥികൾക്ക് നേരിട്ട് നല്ലൊരു ശതമാനം വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർക്ക് സ്ഥിരമായി ജനങ്ങളെ ഞാൻ പുതുതായി പരിചയപ്പെടുത്തേണ്ട എന്നുള്ളതുകൊണ്ട് അവർക്ക് വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് കണക്കൂട്ടിയാണ് പഴയ CPM-ൻ്റെ MLA-മാരെയും CPI-യുടെ MLA-മാരെയും അതേപോലെ ബാക്കി LDF-ൻ്റെ മറ്റു ഘടകകക്ഷികളെ MLA-മാരെയൊക്കെ വീണ്ടും ഇലക്ഷൻ മത്സരിപ്പിക്കാൻ വെച്ചത്. അല്ലാത്ത സ്ഥലങ്ങളിൽ പുതുതായി സ്ഥാനാർത്ഥികളെ വെച്ചാൽ ചിലപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഇവിടെയെല്ലാം വലിയൊരു അപകടം ചെയ്തു പിണറായി വിജയൻ. എല്ലാ സ്ഥലത്തും വലിയ ബോർഡുകൾ വെച്ചു. ഈ ബോർഡുകളിൽ ജനങ്ങൾ ഏറ്റവും വെറുക്കുന്ന ഒരാളുടെ ഫോട്ടോ ആണ് കണ്ടത്. അത് പിണറായി വിജയൻ്റെയാണ്. ഈ ഫോട്ടോ കണ്ട് സാധാരണ CPM പ്രവർത്തകർ പോലും കാർക്കിച്ചു തുപ്പുകയും പിണറായി വിജയനെതിരെയുള്ള വോട്ട്, അതായത് LDF-നെതിരെയുള്ള വോട്ട് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. സ്വന്തം MLA-മാരുടെ കഴിവുകൊണ്ട് കിട്ടുന്ന വോട്ട് പോലും പിണറായി വിജയൻ്റെ ഈ ബോർഡ് വെച്ചത് വഴി
കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അവിടെ അത്തരം ആളുകളടക്കം CPM ആളുകളടക്കം പിണറായി വിജയനെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യനായി അല്ലെങ്കിൽ മാഫിയ തലവനായി കേരളത്തെ നശിപ്പിച്ച അല്ലെങ്കിൽ CPMനെ നശിപ്പിച്ച ആളായിട്ടാണ് കാണുന്നത്. അതേസമയത്ത് അവിടുത്തെ MLAമാർക്ക് സ്വാധീനമുണ്ട്. ആ സ്വാധീനം വഴി അവർക്ക് വോട്ട് നേടാമെന്നുള്ള പ്രതീക്ഷകളാണ് ഇതുപോലെ അട്ടിമറിക്കപ്പെട്ടത്. ഈ വഴിക്ക് വലിയ തോതിൽ തിരിച്ചടികൾ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും കേരളത്തിൽ പിണറായി മന്ത്രിസഭ വരില്ല എന്നുള്ള കൃത്യമായ വിവരങ്ങൾ വരുമ്പോൾ മുൻകൂട്ടി തന്നെ ഈ MLAമാർ മുൻകൂർ ജാമ്യം തേടുകയാണ്. തങ്ങളുടെ തോൽവിക്ക് കാരണം പിണറായി വിജയനാണ്. കാരണം എല്ലാ സ്ഥലത്തും പിണറായി വിജയൻ്റെ വലിയ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന 140 സ്ഥലങ്ങളിലും പിണറായി വിജയൻ്റെയും മരുമോൻ്റെ ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും പിണറായി വിജയൻ്റെ ഫോട്ടോ ഒരു പോസ്റ്റർ പോലും വെച്ചിട്ടില്ല സ്ഥാനാർത്ഥികൾ. അതിന് കാരണം പിണറായി വിജയൻ്റെ ഫോട്ടോ കാണുന്നത് അവർക്ക് അറപ്പും വെറുപ്പുമാണ്. കാരണം ഇത്രയധികം കേരളത്തെ കൊള്ളയടിച്ചിട്ടുള്ള, ഇത്രയധികം തട്ടിപ്പ് നടത്തിയിട്ടുള്ള, അതേപോലെ കേരളത്തെ മൊത്തം 6 ലക്ഷം കോടിയിലേക്ക് തള്ളിവിട്ടിട്ടുള്ള, കടക്കണിയിലേക്ക് തള്ളിവിട്ടിട്ടുള്ള പിണറായി വിജയൻ വരുന്നത് അപകടമാണ് എന്ന് സാധാരണ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും നേരത്തെ തന്നെ അവർ വോട്ട് ചെയ്ത് തോൽപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട CPM അണികളിൽ നിന്നാണ് എവറേജ് ഒരു 5% വോട്ട് UDFിലേക്ക് മാറിയിട്ടുള്ളത്. അത് UDFിനോടുള്ള താല്പര്യമല്ല, പിണറായി വിജയൻ തോൽക്കണം എന്നുള്ള ഒരു വികാരമാണ്. അതേപോലെ തന്നെയാണ് BJP അണികളിലും ധാരാളം ഒരു നല്ലൊരു ശതമാനം ആളുകൾ ഇത്തവണ UDF വിജയിക്കണമെന്ന ആഗ്രഹത്തോടെ ഭരണം മാറണം, അതിന് പറ്റിയത് UDF ആണ് എന്ന് കണ്ടുകൊണ്ട് വോട്ട് ചെയ്തിട്ടുള്ളത്. ഈവൻ മഞ്ചേശ്വരത്ത് പോലും BJP വലിയ ദയനീയമായ പരാജയമാണ് കാത്തിരിക്കുന്നത്. കേരളത്തിൽ ഏതെങ്കിലും ഒരു സീറ്റ് ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ചിലപ്പോൾ നേമവും അല്ലെങ്കിൽ പാലക്കാടുമായിരിക്കും, അല്ലെങ്കിൽ കഴക്കൂട്ടമായിരിക്കും. അതിൽ അപ്പുറത്തേക്കൊരു സീറ്റിനെ പറ്റി BJPക്ക് പോലും ഒരറിവില്ല വിജയിക്കുമെന്നുള്ളത്. മഞ്ചേശ്വരത്ത് ദയനീയമായ പരാജയമായിരിക്കുമെന്നുള്ള വിവരമാണ് വരുന്നത്. മാത്രമല്ല 2020യുമായി ചേർന്നുകൊണ്ട് ഉണ്ടാക്കിയ കൂട്ടുകെട്ടെല്ലാം BJPയുടെ നാശത്തിന് വേണ്ടിയായിരുന്നു എന്ന് അവർ തന്നെ വിലയിരുത്തുന്നു. BJPയുടെ നാശം കരുതിക്കൂട്ടി എരന്ന് വാങ്ങിയതാണ് എന്നുകൂടി അവർ പ്ലാൻ ചെയ്യുന്നു. എന്തായാലും പിണറായി വിജയൻ എല്ലാ തരത്തിലും പരാജയമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചുള്ള വലിയ ബോർഡുകൾ വെച്ചതുകൊണ്ട് അതാണ് പരാജയമെന്ന് കൃത്യമായി ഈ MLAമാർ പറയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നന്ദി, നമസ്കാരം.